ഹലോ എവരി വൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീഡിങ്സ് ഓൺ ഇന്ത്യൻ ലിറ്ററേച്ചേഴ്സിൽ വാട്ട് വുഡ് യു ഡു എന്നുള്ള പോമാണ് ബൈ ഓം പ്രകാശ് വാൽമീകി. അപ്പോൾ വാട്ട് വുഡ് യു ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് അതിൻ്റെ ചോദ്യം. അപ്പോൾ അതായത് ഇവിടെ ഓം പ്രകാശ് വാൽമീകി പറഞ്ഞിരിക്കുന്നത് ഒരു ഡിസ്ക്രിമിനേഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ദളിറ്റ്സിന് നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത്. അപ്പോൾ വാട്ട് വുഡ് യു ഡു എന്നുള്ള ക്വസ്റ്റ്യനിലൂടെ ഓം പ്രകാശ് വാൽമീകി ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദളിറ്റ്സിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ഹയർ കാസ്റ്റ് അല്ലെങ്കിൽ ഹൈ കാസ്റ്റ് പീപ്പിൾ ആണെങ്കിൽ എന്ത് ചെയ്യും, അതാണ് ചോദ്യം. അപ്പോൾ ഇതൊരു റിപ്പീറ്റേഷനായിട്ട് അല്ലെങ്കിൽ റെക്കറിങ് ക്വസ്റ്റ്യനായിട്ട് എല്ലാ സ്റ്റേൻസിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ വാട്ട് വുഡ് യു ഡു എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മീനിങ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതായത് ദളിറ്റ്സിൻ്റെ സ്ഥാനത്ത് ഹയർ കാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും. അപ്പോൾ ഇനി ഈ ഒരു പോം കാര്യത്തിലോട്ട് കടക്കുന്നതിനേക്കാൾ മുന്നേ നമുക്ക് ഓം പ്രകാശ് വാൽമീകിയുടെ ബാക്ക്ഗ്രൗണ്ട് പറയണം. അതും ഈ പോം തമ്മിൽ ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. ഓം പ്രകാശ് വാൽമീകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ നോവലിസ്റ്റാണ് ആൻഡ് ദളിത് ലിറ്ററേച്ചറിലാണ് ആളുടെ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഹിന്ദിയിലാണ് ആൾ മിക്കവാറും എഴുതാറ്. അപ്പോൾ ഓം പ്രകാശ് വാൽമീകി ജനിച്ചത് ഒരു അൺടച്ചബിൾ ചുഹ്ര കമ്മ്യൂണിറ്റിയിലാണ് ജനിച്ചിട്ടുള്ളത്. അതായത് വെസ്റ്റേൺ ഉത്തർപ്രദേശിലെ അൺടച്ചബിൾ ആയിട്ടുള്ള ചുഹ്ര എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റി, അതായത് ദളിത്സിൻ്റെ കമ്മ്യൂണിറ്റിയിലാണ് ഓം പ്രകാശ് വാൽമീകി ജനിക്കുന്നത്. ഈ ഒരു സമയത്ത് പൊളിറ്റിക്സ് ഓഫ് സെഗ്രിഗേഷൻ, അതായത് സെപ്പറേഷൻ, ഇപ്പോൾ കാസ്റ്റ് ബേസിലുള്ള സെപ്പറേഷൻ, അപ്പോൾ അത് കാരണം ഈ ഓം പ്രകാശ് വാൽമീകിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ദളിത് ലിറ്ററേച്ചറിൽ നമുക്ക് കാണുന്ന തീംസൊക്കെ ആര് നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്? ഓം പ്രകാശ് വാൽമീകി നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചുഹ്ര എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ഈ ഒരു സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ മെയിനായിട്ട് വന്നിട്ടുള്ളത് അന്നത്തെ കാലത്തെ ഹയർ കാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ത്യാഗി ബ്രാഹ്മിൻസിൽ നിന്നായിരുന്നു. അപ്പോൾ ചുഹ്ര കമ്മ്യൂണിറ്റി എപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്? വാസ് ടു സെർവ് ദ അപ്പർ കാസ്റ്റ് ത്യാഗി ബ്രാഹ്മിൺസ്. ഈ ത്യാഗി ബ്രാഹ്മിൺസിനെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ പരിപാടി. ആൻഡ് ഈ ചുഹ്ര എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാൻ പാടില്ല? വില്ലേജിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ വീട് കെട്ടി താമസിക്കാനോ ഒന്നും പാടില്ല. അവരെപ്പോഴും ഔട്ട്സൈഡ് ദ വില്ലേജാണ്, അതായത് വില്ലേജിന് പുറത്താണ് അവരുടെ താമസവും കാര്യങ്ങളൊക്കെ. ആൻഡ് ഈ ത്യാഗി അല്ലെങ്കിൽ ഈ അപ്പർ കാസ്റ്റ് പീപ്പിൾ കൺസിഡേർഡ് ദം ആസ് എ പൊല്യൂട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനമായത്. അപ്പോൾ അത്രയും വൃത്തികെട്ട ഒരു സംഭവത്തെ പോലെയാണ് ഈ ലോവർ കാസ്റ്റിനെ അവർ നോക്കിക്കണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു പെയിൻ ഓഫ് സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ഇൻഹ്യൂമൻ എക്സ്പ്ലോയിറ്റേഷൻ, ഇതൊക്കെ ഓം പ്രകാശ് വാൽമീകി എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഡ്യൂ ടു ദ ദളിത് ഐഡൻറ്റിറ്റി. അപ്പോൾ ഇതിൻ്റെ ബേസിലൊക്കെയാണ് ഈ ഒരു പോം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് ജൂതൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അദ്ദേഹം കുറേ വർക്ക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വാട്ട് വുഡ് യു ഡു എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്തത് പ്രതീക് കാഞ്ഞിലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ്. ദെൻ ഇതിലത്തെ റെഫ്രെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് പിന്നെ പറയുന്നത് ഇവിടെ ദളിറ്റ്സ് ആൻഡ് അപ്പർ കാസ്റ്റ് പ്രശ്നം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ അപ്പർ കാസ്റ്റ് പീപ്പിൾ ഓർ ദ ത്യാഗി ബ്രാഹ്മിൺസ് ഓർ അതർ ബ്രാഹ്മിൺസ് ദേ കൺസിഡേർഡ് ഓർ ദേ proclaimed themselves as the descendant of the gods. അതായത് ഞങ്ങളാണ് ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ്ലി പുറത്തു വന്ന ആളുകൾ, അതായത് നമ്മുടെ ബ്രഹ്മാവിൽ നിന്നാണ് ഞങ്ങൾ ഉത്ഭവിച്ചത്, ആ ഒരു അത്രയും മുന്തിയ ജാതിയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് ബ്രാഹ്മിൺസ്. ഡിസെൻഡൻ്റ് ഓഫ് ഗോഡ്സ്, ഗോഡിൻ്റെ പിന്തുടർച്ചാവകാശികൾ എന്നാണ് വിശ്വാസം. അപ്പോൾ ഈ ഒരു കാര്യത്തിനെതിരെയൊക്കെയാണ് മെയിനായിട്ട് ഈ വാട്ട് വുഡ് യു ഡു എന്നുള്ളത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നത്. നമുക്ക് ടെക്സ്റ്റിലോട്ട് പോവാം. If you are thrown out of the village, cannot draw water from the well, are abused in the screaming, echoing afternoon, told to break stones in place of real work,
are given leavings to eat, what would you do? അതാണ് ഫസ്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ ചോദിക്കുകയാണ് ഇഫ് യു. അപ്പോൾ അതായത് ഇഫ് യു എന്നോട് ഉദ്ദേശിക്കുന്നത് ഹയർ കാസ്റ്റിനെയാണ്. അപ്പോൾ ഹയർ കാസ്റ്റിനോട് ഇഫ് യു എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ലോവർ കാസ്റ്റിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ വാട്ട് വുഡ് യു ഡു, നിങ്ങൾ എന്താണ് ചെയ്യുക എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ലോവർ കാസ്റ്റ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് പറയുന്നത്. ഇവരെ വില്ലേജിൽ നിന്ന് പുറത്താക്കി, ത്രോൺ ഔട്ട് ഓഫ് യുവർ വില്ലേജ്. ആൻഡ് അതുപോലെ തന്നെ എന്താണ് അവിടുത്തെ അതായത് അവരുടെ കിണറിൽ നിന്ന് വെള്ളം കോരാൻ പറ്റില്ല. വെള്ളം കോരിക്കഴിഞ്ഞാൽ വെള്ളം പൊല്യൂട്ടഡായി എന്നാണ് പറയുന്നത്. ഇനി വെള്ളം കോരാൻ ചെന്നാൽ നല്ല ചീത്തവിളിയാണ്. ആൻഡ് ആർ അബ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നല്ല പോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട്, പീഡിപ്പിക്കുന്നുണ്ട്. ഇൻ ദ സ്ക്രീമിങ് എക്കോയിങ് ആഫ്റ്റർനൂൺ, നട്ടുച്ച നേരത്ത് ഞങ്ങളോട് എന്താണ് പറയുന്നത്, ടോൾഡ് ടു ബ്രേക്ക് സ്റ്റോൺസ്, ഹെവി വർക്കൊക്കെയാണ് തന്നെ, ഭയങ്കര കഠിനമായ ജോലികൾ ഞങ്ങൾക്ക് തരുന്നു. കല്ല് വെട്ടാനും പൊള്ളുന്ന ചൂടത്ത് ഞങ്ങളതിനെ ഇരുന്ന് കല്ല് വെട്ടിക്കുന്നുണ്ട്, അങ്ങനെയുള്ള പണികൾ ചെയ്യിക്കുന്നുണ്ട്. എന്നാൽ ഫുഡ് തരുമോ, അതുമില്ല. ഇൻ പ്ലേസ് ഓഫ് ദ റിയൽ വർക്ക് ആർ ഗിവൺ ലീവിങ്സ് ടു ഈറ്റ്, അതായത് വേസ്റ്റ് ഫുഡ്, ലെഫ്റ്റ് ഓവർ ഫുഡാണ് ഞങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ തിന്നാൻ തരുന്നത്. അപ്പോൾ ചോദിക്കുകയാണ് വാട്ട് വുഡ് യു ഡു പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ കഷ്ടപ്പാടൊക്കെ സഹിക്കുന്നുണ്ട് ഞങ്ങൾ ദളിറ്റ്സ്. ഞങ്ങളുടെ ദളിറ്റ്സിൻ്റെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ, ദാറ്റ് മീൻസ് ദ അപ്പർ കാസ്റ്റ് ഓർ ബ്രാഹ്മിൻസ് ആയിരുന്നെങ്കിൽ വാട്ട് വുഡ് യു ഡു. അടുത്ത സ്റ്റാൻസ ഇഫ് യു. അപ്പോൾ വീണ്ടും ഇഫ് യു എന്ന് വെച്ചിട്ടാണ് വരുന്നത്. ഇഫ് യു കഴിഞ്ഞിട്ട് അവർ അനുഭവിച്ച കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് വാട്ട് വുഡ് യു ഡു എന്ന് ചോദിക്കാം. അപ്പോൾ ഇഫ് യു ആർ ടോൾഡ് ടു ഡ്രാഗ് എവേ അനിമൽ കാർക്കാസസ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡി. അപ്പോൾ ഒക്കെയാണ് നിങ്ങളോട്, അതായത് ഞങ്ങൾ ദളിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക, നിങ്ങൾ എന്ത് ചെയ്യും? അതായത് അനിമൽസിൻ്റെ ഡെഡ് ബോഡി ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോയി കുഴിച്ചിടാൻ പറയുന്നു. ക്യാരി അവേ ദ ഫിൽത്ത്, അതായത് എല്ലാ താഴ്ന്ന പണികളും ഓഫ് എ വോൾ ഫാമിലി, നിങ്ങളുടെ ഫാമിലിത്തെ എല്ലാ താഴ്ന്ന പണികളും, അതായത് കക്കൂസും കൊണ്ട് കോരുക അല്ലെങ്കിൽ കാന കോരുക, അവർ പലരും ചെയ്യാൻ അറയ്ക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഗിവൺ ഹാൻഡ് മീ ഡൗൺ ടു വെയർ, അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഉപയോഗിച്ച് മുഷിഞ്ഞ് കീറി അങ്ങനെതായിട്ടുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഞങ്ങൾക്ക് നിങ്ങൾ ധരിക്കാൻ തരുന്നത്. ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളെ ഒന്ന് സങ്കല്പിച്ചെങ്കിലും നോക്കൂ. വാട്ട് വുഡ് യു ഡു, നിങ്ങൾ എന്താണ് ചെയ്യുക? If you are kept far from the books, far from the threshold of the temple of learning, if you are hung up like Jesus on a blackened wall in the light of an oil lamp, what would you do? അപ്പോൾ അടുത്ത ചോദ്യമാണ് ആർ കെപ്റ്റ് ഫാർ, നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇഫ് യു ആർ കെപ്റ്റ് ഫാർ ഫ്രം ദ ബുക്സ്. അപ്പോൾ പറയുന്നത് ദളിറ്റ്സിനെ ഓൾറെഡി പഠിക്കാൻ നിഷേധിച്ചേക്കാണ്. ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളാണെന്ന് വിചാരിക്കുക, നിങ്ങൾ എന്ത് ചെയ്യും? പഠിക്കാനായിട്ട് നിഷേധിച്ചു. ഫാർ ഫ്രം ദ ബുക്സ്, അതുപോലെ തന്നെ ബുക്ക് വായിക്കാൻ പറ്റില്ല, അവർ വായിക്കാനോ എഴുത്തും വായനയൊന്നും അറിയില്ല. അത് പഠിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ടെമ്പിൾ ഓഫ് ലേണിങ്ങിലോട്ട് ഞങ്ങളെ കടത്തിവിടില്ല. അതിൻ്റെ ത്രഷോൾഡ് എന്ന് പറഞ്ഞാൽ വാതിൽപ്പടിയുടെ അവിടേക്ക് പോലും ഞങ്ങളെ കടത്തില്ല, ഞങ്ങൾ അയിത്താണെന്ന് പറഞ്ഞ് നിങ്ങളെ മാറ്റി നിർത്തിക്കുകയാണ്. ആൻഡ് ഞങ്ങൾക്ക് തരുന്ന പനിഷ്മെൻറ്റ് ഹങ് അപ്പ് ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്, അതായത് ജീസസിനെ കുരിശുമ കെട്ടിത്തൂക്കിയിട്ട പോലെ ഞങ്ങളതിനെ അങ്ങനെ എന്ത് ചെയ്യും, വോളിൻ്റെ മുകളിൽ കെട്ടിയിടും. ബ്ലാക്ക് ആൻഡ് വോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേക്കാത്ത കറുത്ത ചുവരിൻ്റെ മുകളിൽ ഞങ്ങളെ അങ്ങനെ കെട്ടിയിടും. ഇൻ ദ ലൈറ്റ് ഓഫ് ഓയിൽ ലാമ്പ്, മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിൽ ഞങ്ങളതിനെ കുരിശിലേറ്റും. അത് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ അയിത്തായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ അങ്ങനെ കുരിശി കെട്ടിയിട്ട പോലെ കെട്ടിയിടും. വോൾ നൈറ്റ് നിർത്തും, അതാണ് ലൈറ്റ് ഓഫ് ഓയിൽ ലാമ്പ് എന്ന് പറയുന്നത്. രാത്രി മൊത്തം അങ്ങനെ കെട്ടിയിടും. ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ വാട്ട് വുഡ് യു ഡു, അതായത് ദളിറ്റ്സിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ ഹയർ കാസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? If you have to live in a hut of mud and straw which can be flattened by a breath or swept away in the night of rain, if you are told to sleep in knee-deep water, what would you do? അടുത്ത ചോദ്യം, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഹട്ടാണ്, ഒരു കുടിൽ പോലത്തെ സ്ഥലമാണ്. അതായത് പാടത്തിനോട് ചേർന്നിട്ട്, കാരണം വില്ലേജിലോട്ട് ഇവർക്ക് എൻട്രി ഇല്ല. സോ പാടങ്ങളിൽ ഇവർ അടിമപ്പണി എടുക്കുന്നു, അവിടെ തന്നെ കുടിലാണ് താമസം. അപ്പം മഡ്, ചളി കൊണ്ടും വൈക്കോല് കൊണ്ടൊക്കെ പുല്ലുകൊണ്ടും ഉണ്ടാക്കിയ വീടായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കാറ്റടിച്ചാൽ മതി അത് വീഴും, അല്ലെങ്കിൽ രാത്രി ഒന്ന് മഴ പെയ്താൽ മതി അതങ്ങോട്ട് നനഞ്ഞ് കുതിർന്ന് ഇടിഞ്ഞ് വീഴും. അതുപോലെ തന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ എന്താണ് അവസ്ഥ, നിലത്തൊക്കെ വെള്ളമാണ്, നീ ഡീപ്പ് വരെ
നീ വരെ എന്തുണ്ട്, വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിലാണ് ഞങ്ങൾ കിടന്നുറങ്ങുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും. ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ അപ്പർ കാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആൻഡ് ഇഫ് യു ഹാവ് ടു സ്വിം അഗെയിൻസ്റ്റ് ദ കറന്റ് ടു ഓപ്പൺ ദ ഡോർസ് ഓഫ് പെയിൻ ആൻഡ് ടു ബാറ്റിൽ വിത്ത് ഹങ്കർ, സെൻഡ് യുവർ ന്യൂലി വെഡ് വിമൺ ടു ദ ലാൻഡ്ലോഡ്സ് മാൻഷൻ ഓൺ ദ ഫസ്റ്റ് നൈറ്റ്, വാട്ട് വുഡ് യു ഡു? ചോദിക്കുകയാണ്, ഞങ്ങൾ സ്വിം അഗെയിൻസ്റ്റ് ദ കറൻറ്റ്, അതായത് തിരക്കെതിരെ ഞങ്ങൾ നീന്തി എന്ന് വിചാരിക്കൂ. ടു ഓപ്പൺ ദ ഡോർസ് ഓഫ് പെയിൻ, അതായത് വേദനയുടെ വാതിൽ ഞങ്ങൾ തുറന്നു എന്ന് വിചാരിക്കൂ. ഡു ബാറ്റിൽ വിത്ത് ഹങ്കർ, ഞങ്ങൾ വിശപ്പിനോട് പോരാടുന്നവരാണ്. ഞങ്ങൾ പോരാടി നിൽക്കുന്ന ആ ഒരു സമയത്ത്, അതായത് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പാട് അനുഭവിച്ച് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കഷ്ടപ്പാടിലും ഞങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവാണ്. അതാണ് അഗെയിൻസ്റ്റ് ദ കറൻറ്റ്. ഞങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് പെയിനൊക്കെ സഹിച്ച് വിശപ്പും സഹിച്ച് ചെയ്യുമ്പോൾ ഇവിടെ എന്താ ഒന്നുകൂടി സംഭവിക്കുന്ന കാര്യം, ഞങ്ങളുടെ ഏതെങ്കിലും സ്ത്രീയെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നാൽ, ന്യൂലി വെഡ് വിമൺ ഉണ്ടെങ്കിൽ ഫസ്റ്റ് നൈറ്റ് എവിടെ വേണം എന്നാണ് പറയുന്നത്, ലാൻഡ് ലോഡിൻ്റെ മാൻഷനിൽ വേണം. അപ്പം നിങ്ങൾക്ക് അയിത്തൊന്നും ഒരു പ്രശ്നമല്ല. ആ ഫസ്റ്റ് നൈറ്റ് ആരുടെ കൂടെ? അപ്പർ കാസ്റ്റ് ഇട്ട ആളുടെ കൂടെ. അപ്പം അയാൾക്ക് അയിത്തുമില്ല, ഡിസ്ക്രിമിനേഷനുമില്ല, ഒന്നുമില്ല. അപ്പോൾ ചോദിക്കുകയാണ്, ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ അപ്പർ കാസ്റ്റ് ആണെങ്കിൽ ഇതിനൊക്കെ സമ്മതിക്കുമോ? വാട്ട് വുഡ് യു ഡു? നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് ചോദ്യം. ഒരു ഫിലിമൊക്കെ ഉണ്ട് റീസെൻ്റായിട്ട് ഇറങ്ങിയ, രുദ്രാംഗി എന്ന് പറഞ്ഞിട്ട്. ലാംഗ്വേജ് തെലുങ്കാന്ന് എനിക്ക് തോന്നുന്നു. അതിലൊക്കെ ഈ ഒരു സിസ്റ്റം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഏകദേശം ഇതേപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ്. അതായത് അതിലൊരാളുടെ ഒരു മൊണോപ്പൊളിയാണ് കാണിക്കുന്നത്. പക്ഷെ ഇവിടെ ഫുൾ അപ്പർ കാസ്റ്റ് അങ്ങനെയാണ് എന്നുള്ള രീതിക്ക്. നെക്സ്റ്റ്, ഇഫ് യു ആർ ഡിനൈഡ് ഇൻ യുവർ ഓൺ ലാൻഡ്, made slave labor, stripped of your rights, your civilization burned away, the page of your glorious history torn to shreds and thrown away, what would you do? അപ്പോൾ അടുത്ത് പറയാണ്, നിങ്ങളുടെ ലാൻഡ് നിങ്ങൾക്കും കൂടി അവകാശപ്പെട്ട ലാൻഡാണ്, അത് നിങ്ങൾക്ക് തരുന്നില്ല, ഡിനൈറ്റ്, നിങ്ങൾക്ക് ഡിനേ ചെയ്തു. നിങ്ങളെ എന്ത് ചെയ്തു? മെയ്ഡ് സ്ലേവ് ലേബർ, അടിമപ്പണിക്കാരാക്കി മാറ്റി. സ്ട്രിപ്ഡ് ഓഫ് യുവർ റൈറ്റ്സ്, നിങ്ങളുടെ അവകാശങ്ങളൊക്കെ കട്ട് ചെയ്തു. ആൻഡ് ദ സിവിലൈസേഷൻ ബേൺഡ് അവേ, നമ്മുടെ നാട്ടിൽ ഭയങ്കര സിവിലൈസേഷനാന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഫുൾ ഡിസ്ക്രിമിനേഷനും ഇങ്ങനെയുള്ള സെഗ്രിഗേഷനൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആൻഡ് ദ പേജസ് ഓഫ് യുവർ ഗ്ലോറിയസ് ഹിസ്റ്ററി ടോൺ ടു ഷ്രെഡ്സ്, അതായത് നമ്മുടെ ഇന്ത്യക്ക് ഒരു മഹത്തായ ഒരു ചരിത്രം ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പോൾ ഇല്ലാണ്ടായി, നാശമായി പോയി. അതായത് പിച്ചി ചീന്തി വലിച്ചെറിഞ്ഞ് കളഞ്ഞ ഒരവസ്ഥയാണ്. ആൻഡ് ത്രോൺ അവേ, വാട്ട് വുഡ് യു ഡു? നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ ദളിറ്റ്സിനിപ്പോൾ അവകാശങ്ങളില്ല, റൈറ്റ്സ് ഇല്ല, ഭൂമിയില്ല, ഒന്നുമില്ല, സിവിലൈസേഷൻ ഇല്ല. അതേപോലെ നിങ്ങൾക്ക് ആക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇഫ് യു കനോട്ട് വോട്ട് ആർ ബീറ്റൻ ബ്ലഡി, beaten in the name of democracy, and at every step reminded of how insignificant your race is. If your life stings, if your hands are raw, and yet they tell you, dig canals, dig drains, what would you do? വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല, പറ്റില്ല. ഇനി എങ്ങാനും ചെയ്യാൻ പോയി നല്ല അടി കിട്ടും. അതുപോലെ തന്നെ നിങ്ങളെ കാണുന്നവരൊക്കെ തല്ലും, ഒരു ആവശ്യമില്ലാണ്ട് ചിലപ്പോൾ തല്ലിന്ന് വരും, അത് ക്രൂര വിനോദത്തിന് വേണ്ടിയിട്ട്. അതുപോലെ ബീറ്റൻ ഇൻ ദ നെയിം ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിൻ്റെ പേരിൽ അടി കിട്ടിയിട്ടുണ്ട്. അതായത് ഇവർ ഒരു റൈറ്റ്സ് ചോദിക്കാൻ ചെന്നാൽ അവർക്ക് അടിയും ശിക്ഷയൊക്കെയാണ്. ആൻഡ് എവ്രി സ്റ്റെപ്പ്, നിങ്ങൾ വെക്കുന്ന ഓരോ സ്റ്റെപ്പിലും ഓരോ അടിയിലും എന്താണ് റിമൈൻഡ് ചെയ്യുന്നത്? ഹൗ ഇൻസിഗ്നിഫിക്കൻറ്റ് യുവർ റേസ് ഈസ്. നിങ്ങളുടെ വംശം അല്ലെങ്കിൽ നിങ്ങൾ ദളിത് എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റി അത്രയും വിലയില്ലാത്തവരാണ്, അത്രയും നിസ്സാരമാണ്, വാല്യൂ ഇല്ലാത്തവരാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇഫ് യുവർ ലൈഫ് സ്റ്റിങ്സ്, നിങ്ങളുടെ ലൈഫ് നാറും, നിങ്ങളുടെ ഹാൻഡ്സ് എങ്ങനെയാണ്? റോ, പഴുക്കും. എന്തുകൊണ്ടാണ്? അമ്മാതിരി അടിമപ്പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഫ്രീഡും ഇല്ല, ഫൈറ്റ് ചെയ്യാൻ പോലും ഫ്രീഡം ഇല്ല. അതുപോലെ തന്നെ
പറയാണ് നമ്മളെക്കൊണ്ട് തോട്ടപ്പണി ചെയ്യിക്കും, കനാൽസ് ഡിഗ് ചെയ്യിക്കും. ദേ ടെൽ യു ടു ഡിഗ് കനാൽസ്, ഡിഗ് ഡ്രെയിൻസ്, അഴുക്കുചാലുകൾ ഒക്കെ നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യും, കഴുകിക്കൊക്കെ ചെയ്യും. അപ്പോൾ അതായത് ഞങ്ങളെ കൈയൊക്കെ നാറി തുടങ്ങി, ഞങ്ങളുടെ കൈയൊക്കെ പഴുത്തു തുടങ്ങി ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്തിട്ട്. ചോദിക്കാണ് വാട്ട് വുഡ് യു ഡു, ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ അപ്പർ കാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ആൻഡ് if you are insulted in public, your property is snatched away in the name of religion, your women told to become devdasis and made prostitutes, what would you do? പറയാണ് അതുപോലെ തന്നെ നിങ്ങളെ പബ്ലിക്കിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തു. യുവർ പ്രോപ്പർട്ടി ഈസ് സ്നാച്ച്ഡ് അവേ, നിങ്ങളുടെ സ്വത്തുകളൊക്കെ പിടിച്ചു പറിച്ചു. ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ, നിങ്ങൾ ലോവർ കാസ്റ്റാണ്, നിങ്ങൾ ഏറ്റവും താഴ്ന്നവരാണ്, നിങ്ങൾ സ്ലേവ്സ് ആണ്, നിങ്ങൾക്ക് ലാൻഡ് വെക്കാൻ അധികാരമില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ സ്വത്തും കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് പിടിച്ചു പറിച്ചെടുത്തു. ആൻഡ് പബ്ലിക്കായിട്ടാണ് പനിഷ്മെൻറ്റ് പോലും തരിക, അതുപോലെ തന്നെ ഇൻസൾട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലോവർ കാസ്റ്റിലെ സ്ത്രീകളോട് എന്ത് പറയും, ദേവദാസികളാവുമെന്ന് പറയും. ദെൻ മെയ്ഡ് പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, അവരെ വേശ്യകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ദളിറ്റ്സ് ആയിട്ടുള്ളവർ, അതായത് ഓം വാൽമീകി ചോദിക്കുകയാണ്, ഞങ്ങൾ ദളിറ്റ്സ്, ഞങ്ങളതിന് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പം ഞങ്ങളുടെ സ്ഥാനത്ത് നിങ്ങൾ അപ്പർ കാസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? Your fair complexion would be burned black, your eyes would be dry, dead, you could not write on paper, Satyam Shivam Sundaram. Descendant of gods, you would be lame, a cripple, if you had to live thus for ages like me, what would you do? അപ്പോൾ പറയാണ്, നിങ്ങളെങ്ങാനും ഇപ്പോൾ ദളിറ്റ്സിലെങ്ങാനും വെളുത്തിട്ട് ഫെയർ കോംപ്ലക്ഷനിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അവർ ബേൺ ചെയ്ത് ബ്ലാക്ക് ആക്കിപ്പിക്കും. അതായത് പറയുന്നത് ബ്രാഹ്മിൺസാണ് വെളുത്തവർ, അല്ലാതെ വേറെ ഈ ഒരു അടിമപ്പണി ചെയ്യുന്ന ദളിറ്റ്സ് നിങ്ങൾ വെളുത്തിരിക്കരുത്. അതുപോലെ തന്നെ വെളുത്ത കോംപ്ലക്ഷനാണെങ്കിൽ പോലും നട്ടുച്ചയ്ക്ക് പണിയെടുത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി കറുക്കും. ആ ഒരു അർത്ഥം കൂടി അതിലുണ്ട്. ബേണിങ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ബേൺഡ് ബ്ലാക്കായിട്ട് നമ്മൾ മാറും. യുവർ ഐസ് വുഡ് ബി ഡ്രൈ, നിങ്ങളുടെ കണ്ണൊക്കെ ഡ്രൈ ആവും, നിങ്ങൾ മാൽ ന്യൂട്രീഷൻ ആവും, അങ്ങനെ മരിച്ചു പോവും. ആൻഡ് യു കുഡ് നോട്ട് റൈറ്റ് ഓൺ പേപ്പർ, സത്യം ശിവം സുന്ദരം. വാൽമീകി പറയുകയാണ്, പേപ്പറിൽ സത്യം ശിവം സുന്ദരം എന്ന് എഴുതാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്, ഈ പോളിസി ഇപ്പോൾ ഇല്ല, അത് വെറും പേരിന് മാത്രം പറഞ്ഞുണ്ടാക്കിയ സാധനമാണ്. ഇപ്പം അതൊന്നും പ്രാവർത്തികമാവുന്നത് കാണുന്നില്ല. ഡിസെൻഡൻ്റ് ഓഫ് ദി ഗോഡ്, അതായത് ദൈവത്തിൻ്റെ പിന്തുടർച്ചാവകാശികൾ അല്ലെങ്കിൽ സന്തതികൾ എന്നറിയപ്പെടുന്ന ബ്രാഹ്മിൺസ്, അവരെന്താണിപ്പോൾ, യു വുഡ് ബി ലെയിം, എ ക്രിപ്പിൾ, ഇഫ് യു ഹാഡ് ടു ലീവ് ദിസ് ഫോർ ഏജസ് ലൈക്ക് മീ, വാട്ട് വുഡ് യു ഡു? പറയാണ്, നൂറ്റാണ്ടുകളോളം ഞങ്ങളെപ്പോലെ അടിമപ്പണി എടുത്ത് കഷ്ടപ്പെട്ട് നിങ്ങൾക്കിങ്ങനെ ജീവിക്കാനായിട്ട് പറ്റുമോ? ഇതേപോലെ അവഗണിക്കപ്പെട്ട് സ്ലേവായി അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി സഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് പറ്റുമോ? വാട്ട് വുഡ് യു ഡു? ദളിറ്റ്സിൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളിതൊക്കെ സഹിച്ച് ജീവിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യനോട് കൂടി ഈ ഒരു പോം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദളിറ്റ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെയാണ് അവിടെ പോർട്രേ ചെയ്യുന്നത്. ഓൾഡ് ഇന്നിക്വാളിറ്റീസ്, ഓൾഡ് ഏജ് ഇന്നിക്വാളിറ്റീസ്, അതുപോലെ തന്നെ റെബല്യൻ, അതൊക്കെയാണ് ഇതിൽ വരുന്ന തീംസ്.